ഇവ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഒരിക്കലും പഴയതുപോലെയാകില്ല. അധ്യായം 1. നിങ്ങൾ സ്നേഹിക്കുന്ന മിക്ക ആളുകളും നിങ്ങളെ അതേപോലെ തിരിച്ച് സ്നേഹിക്കുകയില്ല. തിരിച്ച് സമ്പാദിക്കാൻ കഴിയാത്ത ഒരേയൊരു കറൻസിയാണ് സമയം. അറിയാത്ത സുഹൃത്തുക്കളെ നഷ്ടപ്പെടുത്താൻ വിജയം പലപ്പോഴും ആവശ്യപ്പെടുന്നു. എന്തു ചെയ്താലും നിങ്ങൾ വിലയിരുത്തപ്പെടും. അതുകൊണ്ട് എന്തു ചെയ്യണം എന്നതിൽ ഉറച്ചു നിൽക്കുക. ലോകം പരിശ്രമത്തിന് പ്രതിഫലം നൽകുന്നില്ല, അത് ഫലങ്ങൾക്ക് പ്രതിഫലം നൽകുന്നു. നിങ്ങളെക്കാൾ താഴെയാണ് എന്ന് ഉറപ്പുവരുത്താൻ മാത്രമാണ് ചിലർ നിങ്ങളെ ശ്രദ്ധിക്കുന്നത്. സമാധാനം വിജയത്തേക്കാൾ വിലപ്പെട്ടതാണ്. കുറച്ചു പേർക്ക് മാത്രമേ അത് നേടാൻ കഴിയൂ. മിക്ക ആളുകളും നിങ്ങളോട് വിശ്വസ്തരല്ല, അവർ അവരുടെ ആവശ്യങ്ങളോട് വിശ്വസ്തരാണ്. നിങ്ങൾക്ക് എല്ലാം ശരിയായി ചെയ്യാൻ കഴിയും, എന്നിട്ടും നിങ്ങൾക്ക് തോൽവി സംഭവിക്കാം. മിക്ക ആളുകളും നിങ്ങൾ വിജയിക്കുന്നത് കാണുന്നതിനേക്കാൾ നിങ്ങൾ കഷ്ടപ്പെടുന്നത് കാണാനാണ് ആഗ്രഹിക്കുന്നത്. അധ്യായം 2. ആളുകൾക്ക് സത്യം വേണ്ട, അവർക്ക് വേണ്ടത് ആശ്വാസമാണ്. നിങ്ങൾ ക്ഷീണിതനല്ല, നിങ്ങളുടെ ജീവിതത്തിൽ പ്രചോദനമില്ലാത്തതാണ് പ്രശ്നം. നിങ്ങളുടെ കുട്ടിക്കാലത്തെ മുറിവുകളാണ് നിങ്ങളുടെ യൗവന ജീവിതത്തെ നിശബ്ദമായി നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഉപദേശങ്ങളും ഒരാളുടെ കാഴ്ചപ്പാടുകളാണ്. ഉപദേശിക്കുന്ന ആളുകൾ അവരുടെ കഥയിൽ അവരെ തന്നെയാണ് കാണുന്നത്. ഏറ്റവും സന്തോഷത്തോടെ പെരുമാറുന്നവർ പലപ്പോഴും വലിയ വേദനകൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരാണ്. ആളുകൾ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്നത് നിങ്ങൾ സഹിക്കുന്ന കാര്യങ്ങളാണ്. ഒരിക്കൽ തങ്ങളാണ് മികച്ചവർ എന്ന് വിശ്വസിച്ചിരുന്ന ആളുകൾക്ക് നിങ്ങളോട് തോന്നുന്ന വികാരമാണ് അസൂയ. ബഹുമാനത്തിൻ്റെ കാര്യത്തിൽ നിശബ്ദതയ്ക്ക് കൂടുതൽ ശക്തിയുണ്ട്. അധ്യായം 3. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെക്കാൾ നിങ്ങൾ ഉണ്ടാക്കിയ അനുഭവം ആളുകൾ ഓർക്കും. ഈ ഭാഗം ആളുകളും മാറുന്നില്ല, അവർ ഒളിക്കാൻ പഠിക്കുന്നു. നിങ്ങളുടെ ആത്മാഭിമാനം മറ്റുള്ളവർക്ക് നിങ്ങൾ എത്രത്തോളം ഉപകാരപ്പെടുന്നു എന്നതിനെ ആശ്രയിക്കുന്നില്ല. ശരിയായ തീരുമാനമെടുക്കുമ്പോൾ പലപ്പോഴും ആദ്യം അത് അസ്വസ്ഥമായി തോന്നാം. ആരെങ്കിലും നിങ്ങളോട് മറ്റുള്ളവരെക്കുറിച്ച് പരദൂഷണം പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ചും പരദൂഷണം പറയും. മാനസികാഘാതം നിങ്ങളെ ശക്തനാക്കില്ല, അത് നിങ്ങളെ പ്രതിരോധത്തിലാക്കും. ചില ബന്ധങ്ങൾ അവസാനിക്കും, അതൊരു വളർച്ചയുടെ ഭാഗമാണ്, പരാജയമല്ല. ആളുകളെ വെറുക്കാതെ തന്നെ നിങ്ങൾക്ക് അവരെക്കാൾ വളരാൻ കഴിയും. നിങ്ങളുടെ ജീവിതം ഈ ഞെട്ടിക്കുന്ന സത്യങ്ങൾ വായിച്ചതിനു ശേഷം ഒരിക്കലും പഴയതുപോലെയാകില്ല. ചിലപ്പോൾ ഏറ്റവും കഠിനമായ സത്യങ്ങളാണ് നമ്മെ സ്വതന്ത്രരാക്കുന്നത്. ജീവിതത്തെ വ്യത്യസ്തമായി കാണാൻ തയ്യാറാണോ? നിങ്ങളുടെ ഏറ്റവും മൂല്യവത്തായ നിധി സമയമാണ്, പണമല്ല. അധ്യായം 4. വാക്കുകളേക്കാൾ കൂടുതൽ സത്യം പലപ്പോഴും മൗനം വെളിപ്പെടുത്തുന്നു. ആളുകളെ നിങ്ങൾ എത്രത്തോളം പിന്തുടരുന്നുവോ അത്രത്തോളം അവർ ഓടിപ്പോകും. മിക്ക വാദങ്ങളും നിയന്ത്രണത്തിനായി പോരടിക്കുന്ന 2 മുറിവേറ്റ അഹങ്കാരങ്ങളാണ്. തിരക്കുള്ളതുകൊണ്ട് നിങ്ങൾ പുരോഗമിക്കുന്നു എന്നർത്ഥമില്ല. സൗകര്യമുള്ളപ്പോൾ മാത്രം വിശ്വസ്തത കാണിക്കുന്ന ഒരാൾക്ക് വിശ്വസ്തതയ്ക്ക് ഒരു വിലയുമില്ല. ആളുകൾ സത്യത്തെ ഭയപ്പെടുന്നില്ല, അതിൻ്റെ അനന്തരഫലങ്ങളെയാണ് അവർ ഭയപ്പെടുന്നത്. ക്ഷമ എന്നാൽ വഴി തുറന്നു കൊടുക്കുന്നു എന്നല്ല അർത്ഥം. നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കുക. ആളുകളും സ്നേഹത്തെ തേടുന്നില്ല, അവർ ഗുണക്കാനുള്ള താൽക്കാലിക മരുന്നുകളാണ് തേടുന്നത്. സ്നേഹം നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട സമ്പത്താണ്, പണമല്ല. ചില ആളുകൾ നിങ്ങൾ നന്നായി ചെയ്യുന്നത് കാണാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ അവരെക്കാൾ മികച്ചവനാകാൻ പാടില്ല. നിങ്ങളോടൊപ്പം പരദൂഷണം പറയുന്നവർ നിങ്ങളെക്കുറിച്ചും പരദൂഷണം പറയും. നിങ്ങൾ പറഞ്ഞതല്ല, അവരെ എങ്ങനെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടതെന്നാണ് ആളുകൾ ഓർമ്മിക്കുന്നത്. സുഖം വളർച്ചയുടെ ശത്രുവാണ്. നിങ്ങളോട് എളുപ്പത്തിൽ കള്ളം പറയാൻ കഴിയുമെങ്കിൽ അവർക്ക് എളുപ്പത്തിൽ ഒറ്റിക്കൊടുക്കാനും കഴിയും. നിങ്ങൾ ആളുകളെക്കാൾ വളരുന്നില്ല, അവരെ സഹിച്ച നിങ്ങളുടെ പതിപ്പിനെ നിങ്ങൾ മറികടക്കുന്നു. നിങ്ങൾ പട്ടിണിയിലായിരുന്നപ്പോൾ നിങ്ങളുടെ ചുറ്റുമുണ്ടായിരുന്നത് കൊണ്ട് മാത്രം എല്ലാവർക്കും നിങ്ങളുടെ മേശയിലിരിക്കാൻ അർഹതയില്ല. മുറിയിൽ ഏറ്റവും ഉച്ചത്തിൽ സംസാരിക്കുന്ന വ്യക്തി സാധാരണയായി ഏറ്റവും അരക്ഷിതനാണ്. അധ്യായം 6. ചില ആളുകൾ നിങ്ങൾ പരാജയപ്പെട്ടോ എന്ന് നോക്കാൻ വേണ്ടി മാത്രം നിങ്ങളെ ശ്രദ്ധിക്കും. അസൂയയ്ക്ക് എപ്പോഴും ഒരു ദുഷ്ടഭാവം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അത് പുഞ്ചിരിക്കുകയും കൈയടിക്കുകയും ചെയ്യും. ആളുകൾ പെട്ടെന്ന് നിങ്ങളെ വിട്ടുപോകില്ല.
അവർ സാവധാനത്തിലും നിശബ്ദമായും അകന്നുപോകും. സത്യം എപ്പോഴും പുറത്തു വരും, പക്ഷെ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് വരില്ല. ഊർജം ഒരിക്കലും കള്ളം പറയില്ല. എന്തെങ്കിലും ശരിയല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ ശരിയായിരിക്കും. നിങ്ങൾ സഹിക്കുന്നവരായി നിങ്ങൾ മാറും. അമിതമായി നല്ലവനായിരിക്കുന്നത് സ്വയം അവഗണിക്കുന്നതിന് തുല്യമാണ്. എന്നെ വിശ്വസിക്കൂ എന്ന് പറയുന്നവരാണ് പലപ്പോഴും വിശ്വസിക്കാൻ കൊള്ളാത്തവർ. നിങ്ങൾ അവരെ എങ്ങനെ തോന്നിപ്പിച്ചു എന്നതിനെ ഓർക്കും, നിങ്ങൾ എന്തു പറഞ്ഞു എന്നതിനെയല്ല. നിശബ്ദത പലപ്പോഴും ഭയത്തിനായുള്ള ഏറ്റവും ഉച്ചത്തിലുള്ള നിലവിളിയാണ്. മിക്ക ആളുകൾക്കും സത്യം വേണ്ട, അവർക്ക് ആശ്വാസമാണ് വേണ്ടത്. നിങ്ങൾ സുഖം പ്രാപിക്കുമ്പോൾ ആളുകളെ വേഗത്തിൽ മറികടക്കും. കൈയടിക്കുന്ന എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി സന്തോഷിക്കുന്നു എന്നില്ല. ആളുകൾ കണ്ണാടി പോലെയാണ്. അവർ നിങ്ങൾക്ക് അർഹതയുണ്ടെന്ന് കരുതുന്നത് അവർ നിങ്ങളോട് തിരികെ പ്രതിഫലിക്കും. നിങ്ങളുടെ വില നിങ്ങളുടെ സാന്നിധ്യത്തിലല്ല, മറിച്ച് നിങ്ങളുടെ അഭാവത്തിലാണ്. നിങ്ങളോട് മറ്റൊരാളെക്കുറിച്ച് പരദൂഷണം പറയുന്നയാൾ നിങ്ങളെക്കുറിച്ചും പരദൂഷണം പറയും. നിങ്ങൾ ഒരാളെ എത്രയധികം പിന്തുടരുന്നുവോ അത്രയധികം അവർക്ക് നിങ്ങളോടുള്ള വില കുറയും. ആളുകൾ സ്നേഹത്തിന് വേണ്ടി മാറില്ല, വേദനയിൽ നിന്നാണ് അവർ മാറുക. ഏറ്റവും കുറഞ്ഞ ശ്രദ്ധയിൽ കേൾക്കുന്നവരാണ് പലപ്പോഴും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. ശാന്തമായ മനസ്സ് താറുമാറായ ഒന്നിനെ ഭയപ്പെടുത്തുന്നു. ചില ആളുകൾക്ക് നിങ്ങൾ നിയന്ത്രിക്കുന്ന നിങ്ങളുടെ പതിപ്പിനെ മാത്രമേ ഇഷ്ടമുള്ളൂ. സത്യം കള്ളത്തിൽ ജീവിക്കുന്നവർക്ക് വെറുപ്പ് പോലെ തോന്നുന്നു. മിക്ക ആളുകളും നിങ്ങളെ വിധിക്കുന്നത് സ്വന്തം അരക്ഷിതാവസ്ഥ കണ്ടുകൊണ്ടാണ്. വിശ്വസ്തത അപൂർവമാണ്, അത് മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. വാക്കുകളേക്കാൾ കൂടുതൽ നിശബ്ദത വെളിപ്പെടുത്തും. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളല്ല, മറിച്ച് നിങ്ങൾ അവർക്കു നൽകിയ അനുഭൂതിയാണ് ആളുകൾ ഓർക്കുക. എല്ലാവരും നിങ്ങളുടെ യാത്ര മനസ്സിലാക്കാൻ ഉള്ളവരല്ല. നിങ്ങളുടെ സ്വപ്നങ്ങളെ കളിയാക്കുന്നവർ സാധാരണയായി അവരുടെ സ്വപ്നങ്ങൾ ഉപേക്ഷിച്ചവരായിരിക്കും. ചില ചിരികൾക്ക് പിന്നിൽ ആഴമേറിയ വഞ്ചന ഒളിഞ്ഞിരിപ്പുണ്ട്. ദയ അത് ഇല്ലാതാകുന്നതുവരെ പലപ്പോഴും ബലഹീനതയായി തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. നിങ്ങളുടെ സാന്നിധ്യത്തേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ അഭാവം പഠിപ്പിക്കുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നവരെ മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കുകയില്ല. അധ്യായം 10. ചില സൗഹൃദങ്ങൾ ഒരു വഴക്കിൻ്റെ പേരിൽ അവസാനിക്കുന്നില്ല, തിരിച്ചറിവിൽ മാത്രം. ആളുകൾക്ക് നിങ്ങളെ ആവശ്യമില്ലാതാകുമ്പോൾ അവർ മാറുന്നു. മിക്ക ക്ഷമാപണങ്ങളും നിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, അത് അവരുടെ മനസ്സമാധാനത്തിന് വേണ്ടിയുള്ളതാണ്. എത്രത്തോളം വീമ്പിളക്കുന്നുവോ അത്രത്തോളം അവരുടെ മനസ്സ് ശൂന്യമായിരിക്കും. ആളുകൾക്ക് പ്രയോജനകരമായ കാര്യങ്ങൾ മാത്രമേ അവർ ശ്രദ്ധിക്കൂ. സത്യം നിങ്ങളെ എപ്പോഴും സ്വതന്ത്രനാക്കില്ല, പലപ്പോഴും നിങ്ങളെ ഒറ്റപ്പെടുത്തും. നിങ്ങൾ എന്തു ചെയ്താലും അവർ നിങ്ങളെ വിധിക്കും. അതിനാൽ സ്വതന്ത്രമായി ജീവിക്കൂ. ആളുകൾ നിങ്ങളെ തെറ്റിദ്ധരിക്കാൻ അടിമകളാണ്. വളരെ നല്ലവരായിരിക്കുന്നത് ആളുകൾ നിങ്ങളെ ദുർബലരായി കരുതാൻ കാരണമാകും. മിക്ക ആളുകളും നിങ്ങളുടെ പരാജയം അറിയാനായി മാത്രം നിങ്ങളെ ബന്ധപ്പെടാറുണ്ട്. നിങ്ങൾ എത്രയധികം നൽകുന്നുവോ അത്രയധികം കുറവായിരിക്കും അതിനോടുള്ള ബഹുമാനം. നിശബ്ദത തന്ത്രശാലികളായ ആളുകളെ പരിഭ്രാന്തരാക്കും. നുണയിൽ ജീവിക്കുന്നവർക്ക് സത്യം വെറുപ്പായി തോന്നും. ആളുകൾ നിങ്ങൾ സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ പ്രവചിക്കാൻ കഴിയുന്ന ഒരാളായി തുടരാൻ മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. ചില പ്രശംസകൾ നിയന്ത്രിക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണ്. നിങ്ങളുടെ വിജയം മറ്റുള്ളവരുടെ മടിയെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഒരു അതിര് നിശ്ചയിക്കുന്നതുവരെ ആളുകൾ നിങ്ങളെ സ്നേഹിക്കും. നിങ്ങളുടെ ദുരനുഭവം നിങ്ങളുടെ തെറ്റല്ല, പക്ഷേ നിങ്ങളുടെ മുറിവുണക്കൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അവർ നിങ്ങളോട് ഗോസിപ്പ് പറയുകയാണെങ്കിൽ അവർ നിങ്ങളെക്കുറിച്ചും ഗോസിപ്പ് പറയും. മിക്ക ആളുകളും മനസ്സിലാക്കാൻ വേണ്ടിയല്ല, മറുപടി നൽകാൻ വേണ്ടിയാണ് കേൾക്കുന്നത്. പരാജയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ സുഹൃത്ത് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കുമ്പോൾ നഷ്ടമാകും. നിങ്ങൾ അവരെ എങ്ങനെ അനുഭവിപ്പിച്ചു എന്ന് മാത്രമേ ആളുകൾ ഓർക്കൂ. നിങ്ങൾ എന്താണ് പറഞ്ഞതെന്ന് ഓർക്കില്ല. അസൂയ പലപ്പോഴും നിങ്ങൾ ഏറ്റവും കൂടുതൽ അസൂയപ്പെടുത്തിയവരിൽ നിന്ന് വരുന്നു. സമാധാനം നിങ്ങൾക്ക് ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തും, പക്ഷേ കുഴപ്പങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തും.